നമസ്കാരം. മഹാരാഷ്ട്രയിലെ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മുംബൈ കോർപ്പറേഷനിലേക്ക് കാലങ്ങളായിട്ടുള്ള താക്കറെ കുടുംബത്തിന്റെ ആധിപത്യം അവസാനിപ്പിച്ചുകൊണ്ട് BJP വലിയ വിജയമാണ് അവിടെ നേടിയത്. ഏകദേശം 75,000 കോടി രൂപയാണ് ഈ പറയുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ വരുമാനം എന്ന് പറയുന്നത്. ആ ഒരു വലിയ കോർപ്പറേഷനകത്ത് കാലങ്ങളായി കുടുംബാധിപത്യത്തിന്റെ ഭാഗമായി നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താക്കറെ കുടുംബത്തിന്റെ ശിവസേന എന്ന് പറയുന്നത്. ആ ശിവസേനയുടെ അന്ത്യം കുറിക്കുന്ന രീതിയിലേക്ക് BJP വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്തു. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ചരിത്രം BJPക്ക് മുന്നിൽ വഴിമാറുന്ന ഒരു കാഴ്ച നമ്മൾ മഹാരാഷ്ട്ര കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ കണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഒന്നടങ്കം BJPക്ക് അനുകൂലമായി, അതായത് മഹായുതി സഖ്യത്തിന് അനുകൂലമായി വിധിയെഴുതുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മൾ അവിടെ കണ്ടു. മഹാരാഷ്ട്രയിൽ നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗം കോർപ്പറേഷനുകളും മഹായുതി സഖ്യം തൂത്തുവാരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ അവിടെ കണ്ടത്. ഏറ്റവും കൂടുതൽ കോൺഗ്രസും അതുപോലെ തന്നെ ഈ പറയുന്ന ശിവസേനയുമായി ബന്ധപ്പെട്ട മറ്റു ചില, അതായത് മഹാരാഷ്ട്ര നവനിർമ്മാണ സേന ഉൾപ്പെടെയുള്ള കക്ഷികളൊക്കെ തന്നെ അട്ടിപ്പതറി വീഴുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിഷയങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. കാരണം റിപ്പോർട്ടർ TV എന്ന് പറയുന്ന ചാനൽ ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ എന്ത് വൃത്തികേടും കാണിക്കാൻ തങ്ങൾ തയ്യാറാണ്, കേരളത്തിൽ BJPക്ക് അനുകൂലമായി ഒരു വാർത്ത പോലും കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവർ ഫേക്ക് വാർത്തകൾ എത്ര ബുദ്ധിമുട്ടുള്ള ഫേക്ക് വാർത്തകളും തങ്ങൾ കൊടുക്കും എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഈ റിപ്പോർട്ടർ ചാനലിനെ പറ്റി മാധ്യമ രംഗത്ത് വൃത്തികെട്ട ഒരു സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരുന്ന, അവർക്ക് വേണ്ടി അവർ എന്തും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അവരുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ചാനലായി റിപ്പോർട്ടർ ചാനൽ മാറിയിരിക്കുന്നു എന്നുള്ളത് ഈ പറയുന്ന മലപ്പുറത്തെ ഒരു ബലാത്സംഗ കേസ് ഉണ്ടായിരുന്നു. DYSP ബെന്നി ഉൾപ്പെടെയുള്ള ആളുകൾ, മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച ബെന്നി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ കുടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു പീഡന കേസ്, ആ പീഡന കേസ് വ്യാജ പീഡന കേസായിരുന്നു എന്ന് കൃത്യമായി തെളിയുകയും സംസ്ഥാന സർക്കാർ പോലും ഹൈക്കോടതിയിൽ അതിനെതിരായിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥൻ, ആ കേസിലെ പ്രതികൾ പിന്നീട് ചാനൽ മുതലാളിമാരായി വന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥനെ അപമാനിക്കാൻ വേണ്ടി, ആ ഉദ്യോഗസ്ഥനെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പോലും ഞെട്ടുന്ന കാര്യത്തിലേക്കായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന ചോദ്യം പോലും റിപ്പോർട്ടർ TVക്കെതിരെ നമ്മൾ ചോദിക്കേണ്ടി വന്നു. റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല, പല മാധ്യമങ്ങളും കേരളത്തിൽ BJPക്ക് അനുകൂലമല്ല എന്നുള്ളത് നമുക്കറിയാം. BJPക്ക് അനുകൂലമാകണ്ട, പക്ഷെ ഇല്ലാത്ത വാർത്തകൾ കൊടുക്കാതിരുന്നുകൂടെ എന്നൊരു ചോദ്യം ഇവിടെ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഇന്നലെ മഹാരാഷ്ട്ര BJP തൂത്തുവാരിയ വാർത്ത വായിച്ച് തളർന്നതിന്റെ പിന്നാലെ BJPക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത കൊടുക്കണം എന്ന ഉദ്ദേശത്തിൽ നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് BJPക്ക് എതിരായ ഒരു പ്രതീതി ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന വിധത്തിലേക്ക് ഒരു വാലും തുമ്പുമില്ലാത്തൊരു വാർത്ത റിപ്പോർട്ടർ TV അടിച്ചുവിടുന്നത്. അതായത് ഈ പറയുന്ന പോലെ ഗൗരി ലങ്കേഷ് വധക്കേസ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 2017 സെപ്റ്റംബർ 5-നാണ് ഗൗരി ലങ്കേഷ് കൊല്ലപ്പെടുന്നത്. ബംഗളൂരുവിലെ അംഗീകൃത മാധ്യമപ്രവർത്തകയും രാഷ്ട്രീയ വിമർശകയും വീടിന് മുന്നിൽ വധിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ ഒരു കേസിനകത്ത് പ്രതിയായിട്ടുള്ള, ആ കേസിൽ ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിട്ടുള്ള ശ്രീകാന്ത് പങ്കാർക്കർ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന മഹാരാഷ്ട്ര കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ ജൽന മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അങ്ങനെ ഉള്ള സമയത്താണ് ഈ ഇന്നലെ റിപ്പോർട്ടറിന്റെ ഒക്കെ വാർത്ത എന്ന് പറയുന്നത്, ഈ ജൽന മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഗൗരി ലങ്കേഷ് വധക്കേസ് പ്രതി വിജയിച്ചു. അവിടെ ഏക്നാഥ് ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അതുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന ആര് വിജയിച്ചത്, ശ്രീകാന്ത് പങ്കാർക്കർ വിജയിച്ചത് എന്ന രീതിയിൽ ഒരു വാർത്ത കൊടുത്തു. ഇത് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഗൗരി ലങ്കേഷ് വധക്കേസ് പ്രതിയെ BJPയോ അല്ലെങ്കിൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗമോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഹായിച്ചു, അതുകൊണ്ട് അവർക്ക് എന്തുണ്ടായി, അവർക്ക് ഈ പറയുന്ന ശ്രീകാന്തിന് വിജയമുണ്ടായി എന്ന തരത്തിലാണ് ആ വാർത്ത നമ്മൾ കണ്ടാൽ തോന്നുക. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നറിയോ? ആ ജൽന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ശ്രീകാന്ത് പങ്കാർക്കർ മത്സരിച്ചത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് സകല മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകളും കൂടെ ഈ പറയുന്ന ആരെ പിന്തുണച്ചു,
ഈ പറയുന്ന ശ്രീകാന്ത് പങ്കർക്കലിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെ സ്വതന്ത്രനായി മത്സരിച്ച ഇദ്ദേഹത്തിനെതിരായിക്കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്താൻ ആര് തയ്യാറായില്ല? ഇന്ത്യ മുന്നണി തയ്യാറായില്ല. പക്ഷെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയതാരാണ്? അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് BJP ആണ്. ഏകദേശം 2600 പരം വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥിയെ അവിടെ ഇവർ വിജയിപ്പിച്ചെടുത്തത്. BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് ഈ ശ്രീകാന്തിനെ ഈ പറയുന്ന ഇന്ത്യ മുന്നണി വിജയിപ്പിച്ചെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അത്ഭുതം എന്ന് പറയുന്നത്. പക്ഷെ മാധ്യമങ്ങൾ വരുമ്പോൾ ഏക്നാഥ് ഷിൻഡെ വിഭാഗം എന്തോ തെറ്റ് ചെയ്തു എന്ന നിലയിലാണ് വ്യാജ വാർത്ത പടച്ചുവിടുന്ന രീതിയിലാണ് ഇവർ കാര്യങ്ങൾ ഉണ്ടായത്. പക്ഷെ ഇന്നലെ സോഷ്യൽ മീഡിയ അലക്കി തേച്ച് കയ്യിൽ കൊടുത്തു. കാരണം പണ്ട് മാധ്യമങ്ങൾ പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ആളുകൾ പോയിരുന്നു. പണ്ട് പത്രമുണ്ടായിരുന്നു, അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളാണ് യാഥാർത്ഥ്യം എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സോഴ്സുകൾ മാറി കൃത്യമായി ഓൺലൈൻ മാധ്യമങ്ങൾ കൃത്യമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യമായി വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ഉണ്ട്. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും കയറി സത്യസന്ധമായി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് പുതിയ ചരിത്രം മാറിയപ്പോ ആളുകൾ മാറിയ സമയത്ത് വലിയ രീതിയിലുള്ള വിപ്ലവമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്തത്, ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിലധികം അന്ത്യത്തിരികൾ കത്തിച്ചുകൊണ്ട് മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഗൗരി ലങ്കേഷിനെ ഹിന്ദുത്വവാദികൾ കൊന്നു തള്ളി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രകടനം നടത്തിയ ആളുകൾ, ഗൗരി ലങ്കേഷിന് വേണ്ടി ഇവിടെ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച ആളുകൾ, സ്മരണാഞ്ജലികൾ അർപ്പിച്ച ആളുകൾ, ഹിന്ദുത്വത്തിനെതിരെ വലിയ തോതിൽ വാദോരാതെ സംസാരിച്ച ആളുകൾ, ഈ ആളുകളൊക്കെ ഇപ്പൊ എവിടെ പോയി? ഒരക്ഷരം ഉണ്ടെന്നില്ലല്ലോ. കേരളത്തിലെ ഈ പറയുന്ന സാംസ്കാരിക പ്രവർത്തകർ, സാംസ്കാരിക നായകർ എന്നൊക്കെ പറയുന്ന ആളുകളൊന്നും എന്തേ ഗൗരി ലങ്കേഷ് കേസിലെ പ്രതിയെ അനുകൂലിച്ച ആൾക്കെതിരായിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അവരെ മുന്നിൽ നിർത്തിയ ഈ കോൺഗ്രസിനെ, ഈ ശിവസേനയെ, ഈ മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പ് CPM ഉൾപ്പെടെയുള്ള സഖ്യത്തെ എന്തുകൊണ്ട് ഇവർ എതിർക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. എതിർക്കില്ല, കാരണം അവർ ഈ കാര്യത്തിൽ മാത്രം ഞങ്ങളൊന്നും അറിയുന്നില്ല, ചത്ത പോലെ കിടന്നേക്കാം എന്ന മെന്റാലിറ്റിയാണ് ഇവിടെയുള്ള സകല സാംസ്കാരിക നായകർക്കും ഉള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ട് ഇപ്പോ പറയാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുംബൈ കോർപ്പറേഷനിൽ വലിയ ഒരു വിജയം, ആധികാരികമായിട്ടുള്ള വിജയം BJPക്ക് ഉണ്ടായിരിക്കുന്നു. പണ്ടൊന്നും അങ്ങനെയല്ല. ഈ ശിവസേനയും ഒക്കെ ആയിട്ട് അവരുടെ ഒപ്പമൊക്കെ ഭരിച്ച ചരിത്രം BJPക്കുണ്ട്. പക്ഷെ ഇത് കൃത്യമായി BJP ആധിപത്യം നേടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. ആ സമയത്താണ് ഇത്തരം ഒരു വിവാദം ഉണ്ടാക്കി ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തെ ഇതിലേക്ക് വലിച്ചിടാനുള്ള ശ്രമം നടത്തുന്നത്. ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ഈ പറയുന്ന പ്രതി ആദ്യം ചേർന്നിരുന്നു. ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ ശിവസേനയിൽ ചേർന്ന സമയത്ത് വലിയ വിമർശനം ഉയരുകയും BJPയുടെ നിർദ്ദേശത്തിന്റെ പുറത്ത് ഏക്നാഥ് ഷിൻഡെ അദ്ദേഹത്തിന്റെ അംഗത്വം മരവിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ BJPയുമായി അല്ലെങ്കിൽ BJP അല്ല ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തോട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. അവരോട് പിണങ്ങിയ ആൾ എന്ന നിലയിലാണ് അവിടെ സ്വതന്ത്രനായിട്ട് ഇയാൾ മത്സരിക്കുന്നത്. അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഇയാളെ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഈ പറയുന്ന ഇന്ത്യ മുന്നണി അയാൾക്ക് പിന്തുണ കൊടുക്കുകയായിരുന്നു. അങ്ങനെ പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താതെ ഇയാളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഇന്ത്യ മുന്നണി ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ചെയ്തു കൊടുത്ത് വിജയിപ്പിച്ചെടുത്ത ഒരു സ്ഥാനാർത്ഥിയെ പറ്റി കേരളത്തിൽ കള്ളപ്രചാരണം നടത്തുക. ഈ പറയുന്ന ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് പറയുന്നത്. ഷിൻഡെ വിഭാഗം എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തുക? ഷിൻഡെ വിഭാഗം ഇത്തരം തെറ്റ് ചെയ്ത ആളുകളെ വലിയ വിമർശനം വരുന്നതിന്റെ പുറത്ത് മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ പുറത്ത് അദ്ദേഹത്തെ പിന്തുണച്ചത് കോൺഗ്രസും CPM-ഉം അവിടുത്തെ ശിവസേന, താക്കറെ ശിവസേനയും ഉൾപ്പെടെയുള്ള ആളുകളാണ്. എന്നിട്ട് ഇവിടെ വരുന്ന വാർത്തകൾ നോക്കൂ, എത്രമാത്രം അസത്യമായിട്ടുള്ള വാർത്തകൾ, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ. ഈ റിപ്പോർട്ടർ TVക്കൊന്നും യാതൊരു വിധത്തിലുള്ള നാണവും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് കഷ്ടമാണ്. കാരണം മാധ്യമപ്രവർത്തനം, സത്യസന്ധമായ മാധ്യമപ്രവർത്തനം നടത്തേണ്ടിടത്താണ് ഇത്തരത്തിലുള്ള കള്ളവാർത്തകൾ വളച്ചൊടിച്ച് കൊടുക്കുന്നത് എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇത് കാണുന്ന ആളുകളൊക്കെ വിചാരിക്കുക BJP അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളൊക്കെ തന്നെ ഈ പറയുന്ന ഗൗരി ലങ്കേഷ് പ്രതിയെ പിന്തുണച്ചു, മഹാരാഷ്ട്രയിൽ പിന്തുണച്ചു എന്നൊക്കെ ആണ് വിചാരിക്കുക. പക്ഷെ അതല്ലല്ലോ സത്യം. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രതിയെ പിന്തുണച്ചത് കോൺഗ്രസും അതുപോലെ തന്നെ അതോടനുബന്ധിച്ചുള്ള ഇന്ത്യ മുന്നണിയുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തത്, ഈ ബംഗളൂരുവിൽ നടന്നിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ കേസിനകത്ത് ആദ്യം മുതൽക്ക് തന്നെ ഈ കേസ് വലിയ വിധത്തിൽ BJPയുടെയും RSSന്റെയും തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു. ഹിന്ദുത്വവാദികൾ കൊന്നുതള്ളി നമ്മുടെ പ്രതികരിക്കുന്ന ആളുകൾക്കെതിരെ തോക്കെടുത്ത് അവരെ നിഷ്ഠൂരം ഇല്ലാതാക്കുന്നു. മഹാത്മാഗാന്ധിയുടെ മാറിലേക്ക് ഈ നിറയൊഴിച്ച ആളുകൾ ഇപ്പോൾ ഗൗരി ലങ്കേഷിനെയും അതുപോലെ തന്നെ
മറ്റു പല ആളുകളെയും കൊന്നൊടുക്കുന്നു എന്നൊക്കെയായിരുന്നു ഇവരുടെ ഒരു നെറേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകളും പ്രചാരണങ്ങളും നടത്തിയ DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവർക്കൊന്നും ഇപ്പൊ മൗനമാണോ? കാരണം പിന്നീട് തെളിയിക്കപ്പെട്ടു BJPയുമായിട്ടോ RSSുമായിട്ടോ ഒന്നും ബന്ധമില്ലാത്ത ആളുകളാണ് അവിടെ ഗൗരി ലങ്കേഷിനെ വെടിവെച്ചിട്ടത് എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടു. അവർക്ക് ആ കേസ് ഇപ്പൊ വിചാരണയിലാണ്. ആ കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ ജാമ്യത്തിലാണ് ഈ പറയുന്ന പ്രതി മത്സരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അങ്ങനെ ഗൗരി ലങ്കേഷിനെ കൊന്ന കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണി മാതൃകയായിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ. എന്നിട്ട് ഇവിടെ വന്നിട്ട് വലിയ രീതിയിൽ കള്ളവാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളും അത് വളച്ചൊടിച്ച് ഇല്ലാത്ത തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളും. ഇപ്പൊ പോരാളി ഷാജിക്ക് മിണ്ടാനില്ല, യൂത്ത് കോൺഗ്രസിന് മിണ്ടാനില്ല, കോൺഗ്രസിന് മിണ്ടാനില്ല, മതേതരത്വ പ്രസ്ഥാനങ്ങൾക്ക് മിണ്ടാനില്ല, മറ്റാളുകൾക്കൊന്നും തന്നെ ഈ കാര്യത്തിൽ ഒന്നും മിണ്ടാനില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. BJPയും അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെ വിഭാഗവും ഇയാളെ അകറ്റി നിർത്തിയപ്പോൾ ഇന്ത്യ മുന്നണി ഇയാളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. ആരാണ് ഈ ഗൗരി ലങ്കേഷ് വധക്കേസിന് പിന്നിലെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ഏറ്റവും വലിയ കാര്യം കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ വ്യാജ വാർത്തകളാണ് ഇവർ പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറയുമ്പോൾ അതൊരു സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നതുകൂടി നമ്മൾ തീർച്ചയായും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്.